പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാനൊരു ഫ്രാൻസിസ്കൻ കാപ്പുച്ചിനാണ്. ഫ്രാൻസിസ്കൻ കാപ്പുച്ചിൻ. പക്ഷേ ഞാൻ എൻ്റെ ഈ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളൊരു ശ്രദ്ധിച്ചതാണ്, ഞാനൊരിക്കലും എൻ്റെ ഹാബിറ്റ് ഇടാറില്ല. ഈ ഒരു ഡ്രസ്സിലാണ് ഞാൻ ചെയ്യുന്നത്. പലവരും ചോദിച്ചിട്ടുണ്ട് ഇതൊരു ഹാബിറ്റ് ഇടണം. ഞാനെങ്ങനെ അതിൻ്റെ ഒരു സാധ്യത എനിക്ക് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയത്, പ്രത്യേകിച്ച് ഞാൻ ഫിലോസഫിയൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഡ്രസ്സിൽ എന്ന് പറയുന്നതാണ് നല്ലതെന്ന് തോന്നി. പിന്നെ ഞാനതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ വസ്ത്രത്തോട്, ഞങ്ങൾ കാപ്പിച്ചിൻ വസ്ത്രത്തോട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. ഞാനത് ഇടുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാനുള്ള കാരണം വേറെ ഒന്നാണ്. ഈ ഫ്രാൻസിസ്കൻ വസ്ത്രം, പണ്ടൊരു ചർച്ച ഉണ്ടായിരുന്നു, ഇതൊരു ഹോളി ഡ്രസ്സാണോ എന്ന് ചോദിച്ചുകൊണ്ട്. ഹോളി ഡ്രസ്സ്, നമ്മൾ കാപ്പിച്ചിൻസ് മങ്സ് ഇടുന്ന ഡ്രസ്സ് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല, ഹോളി ഡ്രസ്സായിട്ട് തോന്നിയിട്ടില്ല. ഫ്രാൻസിസ് നഗ്നനായിട്ട് നടന്നു വന്നപ്പോഴത്തേക്കും അവിടെ ഒരു കൃഷിക്കാരൻ്റെ വസ്ത്രം എടുത്ത് ഇട്ടുകൊണ്ട് പോയി. അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഒരു കീറിപ്പറിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് പോയി. ഇന്ന് ഈ ഡ്രസ്സിന് നല്ല വിലയുണ്ട്, നമ്മൾ തയ്പ്പിക്കാൻ തന്നെ നല്ല വിലയുണ്ട്, തുണിക്ക് നല്ല വിലയുണ്ട്, തയ്പ്പിക്കാൻ നല്ല വിലയുണ്ട്. അങ്ങനത്തെ ഒരു ഡ്രസ്സാണിത്. പക്ഷേ മറ്റ് സന്യാസ സഭകളിലെ വസ്ത്രം വെച്ച് നോക്കുമ്പോൾ എനിക്കിഷ്ടം ഇതിനോടാണ്. കാരണം വളരെ സിമ്പിളാണ്. ഒരു ചെറിയൊരു കെട്ടോട് കൂടിയുള്ള ഒരു വളരെ സിമ്പിൾ ഡ്രസ്സാണ്. പിന്നെ അതിൻ്റെ പുറകിലൊരു കപ്പൂസ് ഉണ്ട്. അതിൻ്റെ പ്രയോജനം കൂടുതൽ നമ്മൾ അറിയുന്നത് വിദേശത്തേക്ക് പോകുമ്പോഴത്തേക്കാണ്, യൂറോപ്പിൽ പോകുമ്പോഴത്തേക്കാണ്. തണുപ്പ് സമയത്ത് തലയിലിട്ടുണ്ട് അടക്കാൻ പറ്റും. അതാണ് ആ ഡ്രസ്സിൻ്റെ അതിൻ്റെ കപ്പൂസിൻ്റെ ഒരു പ്രയോജനം അതാണെന്നുള്ളതാണ്. ഈ ഡ്രസ്സ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഡ്രസ്സല്ല. എസ്പെഷ്യലി 2 വീലർ ഓടിക്കുമ്പോഴത്തേക്കും ഈ ഡ്രസ്സ് അത്ര കംഫർട്ടബിൾ അല്ല. കാര്യം നമ്മളത് മുഴുവൻ മടക്കി ഇങ്ങനെ പിടിച്ച് തിരിച്ചൊക്കെ വെച്ചിട്ട് വരും. മഴ കൂടെ പെയ്ത് കഴിഞ്ഞാൽ തീർന്നു. ആർക്കാണ് ഈ വസ്ത്രം നന്നായിട്ട് ചേരുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നടന്നു പോകുന്ന ഒരു മനുഷ്യന് ചേർന്ന വസ്ത്രമാണിത്. നടന്നു പോകുന്ന ഒരു ചെറിയ സ്റ്റെപ്പുകളുമായിട്ട് നടന്നു പോകുന്ന ഒരു മനുഷ്യന് നന്നായിട്ട് ചേരുന്ന ഒരു വസ്ത്രമാണ് ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നടപ്പുകാരന് ചേർന്ന വസ്ത്രമാണ്, ബോഫററിന് പറ്റിയൊരു വസ്ത്രമാണ് ഇത്. എന്നാലും ഞാനൊരു മല കയറിയിട്ടുണ്ട്, ഈ വസ്ത്രം ഇട്ടുണ്ട്, ഒരു കുരിശുമല. അത് ഭയങ്കര ടഫായിരുന്നു എനിക്ക്. കാരണം വസ്ത്രത്തിൻ്റെ കനം, ചൂട്, വേർത്ത് ഞാൻ ആകപ്പാടെ ടയർഡായി പോയിട്ടുണ്ട്. എന്നാലും നടന്നു പോകുന്ന ഒരാൾക്ക് ചേരുന്ന വസ്ത്രമാണിത്. ഞാനിത് പറയാൻ കാരണം, എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. നമ്മുടെ കുറച്ച് ബ്രദേഴ്സിൻ്റെ ഡാൻസാണ്. അതായത് 300K ഫ്ലവേഴ്സ് ചാനലിൽ 300K കണ്ട ഒരാൾക്കാർ ഡാൻസാണെന്നാണ് പറയുന്നത്. ചോദിച്ചിട്ട് ഞാൻ കണ്ടു. ബ്രദേഴ്സ് ഹാബിറ്റ് ഇട്ടിട്ട് ഡാൻസ് കളിക്കുകയാണ്. ഒരു സിനിമ പാട്ടാണ്, പക്ഷേ ക്രിസ്ത്യൻ പാട്ടാണ്. ചടുലമായ നൃത്തം ചവിട്ടിക്കൊണ്ട് വളരെ ഫാസ്റ്റായിട്ടുള്ള സ്റ്റെപ്സിൽ ഡാൻസ് കളിക്കാൻ. അത് പണ്ടും ഇങ്ങനെ കുറച്ച് ബ്രദേഴ്സ് ഇതേപോലെ ഒരു ഡാൻസറൊക്കെ ആയിരുന്നു. എനിക്ക് ഡാൻസ് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ പ്രശ്നം, ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കളിക്കുമ്പോഴത്തേക്കും അത് എസ്തെറ്റിക്കലി എന്തുമാത്രം ഈ ഹാബിറ്റ് ഡാൻസിന് ചേരുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഫാസ്റ്റ് സ്റ്റെപ്സിനൊക്കെ ഈ ഡ്രസ്സിൻ്റെ ഒരു ഭംഗിയാണോ കൂട്ടുന്നത്, അതോ അഭംഗിയാണോ കൂട്ടുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പം അച്ഛനും ഇങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡിസ്കഷൻ്റെ പുറത്ത് വന്നാണ്. ഞാനങ്ങനെ ഈ പറയുന്ന ഫ്ലവേഴ്സ് ചാനൽ പോലുള്ള ചാനലിൽ അധികം കാണുന്ന ആളല്ല ഞാൻ. കാരണം റിയാലിറ്റി ഷോസ് എന്നൊക്കെ പറയുന്നത് ഒന്നാന്തര ഫേക്ക് ഷോസ് ആണെന്നൊക്കെ വിശ്വസിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് അതിൽ ഉള്ളത്. എനിക്ക് ഈ ഡാൻസ് ഇഷ്ടമാണ്. നീഷെ പറയുന്നൊരു കാര്യമുണ്ട്, ഐ വിൽ നോട്ട് ബിലീവ് ഇൻ എ ഗോഡ് ഹൂ കനോട്ട് ഡാൻസ്. നൃത്തം ചെയ്യാൻ അറിയാത്ത ഒരു ദൈവത്തിന് ഞാൻ വിശ്വസിക്കത്തില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ നീഷയ്ക്ക് പറ്റിയ ദൈവം ശിവയാണ്. ശിവൻ നൃത്തത്തിൻ്റെ ദൈവമാണ്, നൃത്തം ചവിട്ടുന്ന ഒരു ഗോഡാണ് ഈ ശിവ എന്ന് പറയുന്നത്. ക്രിസ്തു നൃത്തം ചവിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൃത്തം ചെയ്ത് കാണും. കാരണം എല്ലാ യഹൂദ ചെറുപ്പക്കാരും നൃത്തം ചെയ്യുന്നവരാണ്. കാരണം അവരുടെ വിവാഹം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ നീണ്ട പരിപാടികളാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൊക്കെ ഒരുമിച്ച് ചേർന്ന് ഒരു പ്രത്യേക താളത്തിൽ അവർ നൃത്തം ചെയ്യാറുണ്ട്. അതിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ബൈബിളിൽ പറയുന്നില്ല എങ്കിൽ അതിൻ്റെ സാധ്യതകൾ ഉണ്ട്. എനിക്ക് നൃത്തം പഠിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അത് ടാങ്കോ ഡാൻസാണ്. ഈ ടാങ്കോ ഡാൻസിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. കാരണം അതിൻ്റെ ഡെഫിനിഷനാണ് എന്നെ ആകർഷിച്ചത്. ഡാൻസിനേക്കാൾ ഉപരിയായിട്ട് ഈ ടാങ്കോ ഡാൻസിൻ്റെ ഒരു ഡെഫിനേഷനുണ്ട്, അതെന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ഇൻ സോറോ എന്നുള്ളതാണ്. ദുഃഖസാന്ദ്രമായ ചലനങ്ങൾ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്.
സാന്ദ്രമായ ചലനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കത് പഠിക്കണം തോന്നി. ആ ഡെഫിനേഷൻ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. ബട്ട് ഞാനൊരിക്കലും പഠിച്ചിട്ടില്ല. എനിക്കൊരു നൃത്തവുമായിട്ട് എനിക്ക് ചെറിയൊരു ബന്ധം വന്നത് ഞാൻ തിരുവനന്തപുരത്തായിരിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഡയസിസിൽ അച്ഛന്മാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് പോപ്പ് ഫ്രാൻസിസിൻ്റെ ലൗദാത്തോ സി എന്നതിൻ്റെ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു. നമ്മുടെ സുഗതകുമാരി ടീച്ചറായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥി. അപ്പോൾ അവിടുത്തെ ഒരു അച്ഛൻ വന്നിട്ട് ബ്രദേഴ്സിനെ കൊണ്ട് എന്തെങ്കിലും പരിപാടി ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു. അത് ലൗദാത്തോ സിയുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും. അങ്ങനെ ഞാൻ അവിടുത്തെ ബ്രദേഴ്സിൻ്റെ ചാർജ് ആയിരുന്നത് കൊണ്ട് ഞാൻ അന്ന് ഈ ലൗദാത്തോ സി എന്ന് പറയുന്ന സൂര്യാസ്തവം എന്ന് പറയുന്ന ആ പാട്ടിനെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതി അതിൻ്റെ വരികൾ ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ട് ജെയ്റ്റസ് എന്ന് പറയുന്ന സഹോദരൻ എൻ്റെ കൂട്ടുകാരൻ അയച്ചു കൊടുത്തു. അവനതിനെ മ്യൂസിക് തന്നു. ഞാനത് 10-20-25 ബ്രദേഴ്സിനെ മുഴുവൻ ഒരു സ്റ്റേജിൽ നിർത്തിയിട്ട് അത് എനാക്ട് ചെയ്യിപ്പിച്ചു. ചലനമായി അതൊരു ഡാൻസ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു സ്ലോ മൂവ്മെൻറ്റിൽ ഇങ്ങനെ ആ പാട്ട് ആവശ്യപ്പെടുന്ന ചലനങ്ങൾ കൊടുത്തുകൊണ്ട് അത് അവതരിപ്പിക്കാൻ ഒരു നൃത്തമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മനുഷ്യനാണ്. എന്നിട്ട് ആ പാട്ട് ആവശ്യപ്പെടുന്ന ചലനങ്ങൾ സ്റ്റേജിൽ കൊണ്ടുപോകും. പക്ഷെ അത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. സുഗതകുമാരി ടീച്ചറിനും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പരിപാടിയായിരുന്നു. അതാണ് എനിക്ക് ഈ നൃത്തത്തോടുള്ള ചെറിയൊരു ബന്ധം. അപ്പോൾ ഈ സ്ലോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നതിനോടുള്ള കുറേ ഇഷ്ടം അതിൽ കാണിക്കാനുള്ള ശ്രമമായിരുന്നു. ഇപ്പോഴാണ് ഈ ബ്രദേഴ്സിൻ്റെ ഈ ഡാൻസ് കണ്ടത് 300K. അപ്പോൾ അവരും എല്ലാവരും ഇപ്പോൾ വിശ്വസിക്കുന്നത് 300, 200, 500K കളിലാണ്. എത്ര പേര് നിങ്ങളുടെ K കൂട്ടുക എന്നുള്ളതാണ് എല്ലാ പരിപാടിയുടെയും ആത്യന്തികമായ ലക്ഷ്യം. ഫ്ലവേഴ്സ് ചാനലിൻ്റെ ലക്ഷ്യം, ബ്രദേഴ്സിൻ്റെ ലക്ഷ്യം എത്ര K നമുക്ക് വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ ഇങ്ങനെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുമായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും ഈ ഫിലോസഫി തിയോളജി, ഏകദേശം ഇവർ തിയോളജി ബ്രദേഴ്സാണ്. 4 വർഷം അടുപ്പിച്ച് തിയോളജി പഠിക്കുന്നുണ്ട്, 3 വർഷം അടുപ്പിച്ച് ഫിലോസഫി പഠിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ സാധ്യത ഈ ഫിലോസഫി തിയോളജിയൊക്കെ അപ്രസക്തമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നൊരു കാര്യമാണ്. ഇത് പഠിപ്പിക്കുക, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രസക്തി ഉണ്ടോ എന്നറിയത്തില്ല. ഈ ഫിലോസഫി തിയോളജി അതിനും നല്ലത് എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ ഒക്കെ പഠിക്കുകയാണെങ്കിൽ കൂടുതൽ ഈ പ്രയോജനം എന്ന് പറയുന്ന ഒരു കാര്യം, ഫിലോസഫി തിയോളജി അൾട്ടിമേറ്റ് പ്രയോജനത്തിൽ ഊന്നിയിട്ടുള്ള കാര്യമല്ല. പ്രയോജനം എന്ന് പറയുന്ന യൂസ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു സാധ്യത്തിൻ്റെ അപ്പുറത്ത് കാര്യങ്ങളെ കാണാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ ഫിലോസഫി തിയോളജിയൊക്കെ നടത്തുന്നത്. കുറേ പുതിയ ഭാഷ പഠിപ്പിക്കുക, പുതിയ നൃത്തങ്ങൾ പഠിപ്പിക്കുക, അതൊക്കെ ആയിരിക്കും ഈ ഫിലോസഫി തിയോളജിയുടെ പ്രസക്തി. ഇനി അങ്ങോട്ട് തിരിയുന്നതിൽ ഒരു കുഴപ്പമില്ല. കാരണം കാലഘട്ടം ആവശ്യപ്പെടുന്നതനുസരിച്ച് കാര്യങ്ങളെ നൽകുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനം. ഇപ്പം നമ്മൾ ഒരു തിയോളജി ഗേറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും പൊട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു ലൈബ്രറി കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടരുത്. കാരണം കാലം അത് ആവശ്യപ്പെടുന്നില്ല, ഒരു ലൈബ്രറി ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരം. കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം.